നമസ്കാരം. ഇന്നലെ വളരെ വിചിത്രമായ ഒരു പ്രകടനം കാണാൻ ഇടയായി. ആ അംഗീകരിക്കുന്നവരല്ല എന്നുള്ളതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക് പ്രോട്ടോകോൾ ഒരു വിഷയമല്ല എന്ന് നമുക്ക് കണക്കാക്കാം. പക്ഷേ പ്രധാന പ്രശ്നം ഭാരതമാതാവിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം കമ്മ്യൂണിസ്റ്റുകാർക്കുണ്ട്. കാരണം അവർ ഭാരതത്തിനെ തന്നെ അംഗീകരിക്കുന്നില്ല, പിന്നെ ഭാരതമാതാവിനെ അംഗീകരിക്കുമോ? അതുകൊണ്ട് ഭാരതമാതാവിനെ അംഗീകരിക്കേണ്ടതില്ല. പിന്നെ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫോട്ടോ എന്ന് പറയുന്ന അവർക്കൊരിക്കലും സ്വീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. അത് പ്രശ്നം അവിടെയല്ല. ഭാരതമാതാവിനെ RSSകാരുടെ വീട്ടിൽ വെച്ചാൽ മതി, അത് RSSകാർക്കുള്ളതാണ്, ഞങ്ങൾക്കുള്ളതല്ല എന്ന് പറഞ്ഞ് കമ്മ്യൂണിസ്റ്റ് മന്ത്രി ഇറങ്ങിപ്പോയതും മാത്രമല്ല പ്രശ്നം. വിചിത്രവും തമാശയും ആയിട്ട് തോന്നിയത് തുടർന്ന് DYFIക്കാർ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യുവജനങ്ങൾ ഒരു പ്രകടനം നടത്തി, പ്രതിഷേധ പ്രകടനം നടത്തി. ആ പ്രതിഷേധ പ്രകടനത്തിൽ അവർ പിടിച്ചത് ഭരണഘടനയാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഭരണഘടന പിടിച്ചുകൊണ്ട് ഭരണഘടനയാണ് ഞങ്ങൾ അംഗീകരിക്കുന്നുള്ളൂ, ഭാരതമാതാവിനെ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു CPMൻ്റെ യുവാക്കളായ ആൾക്കാരുടെ പ്രകടനം. അത് ഇന്ന് വേറൊരു പ്രകടനത്തിൻ്റെ പോസ്റ്റർ കണ്ടു. SFIക്കാരാണ്. അവർ പറയുന്നത് ഭരണഘടന, ഞങ്ങൾ ഗവർണറെ ഭരണഘടന പഠിപ്പിച്ച് കളയും എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അവരുടെ പ്രകടനം. ഏതായാലും ഒരു കാര്യമുണ്ട്, അവർ ഗവർണറായാലും മന്ത്രിയായാലും പ്രധാനമന്ത്രിയായാലും അവരെയൊക്കെ തെറി വിളിക്കുകയും അവരുടെയൊക്കെ പിതാവിന് വിളിക്കുകയും ഒക്കെ ചെയ്യുന്ന ശീലമാണ് കമ്മ്യൂണിസ്റ്റുകാർക്കുള്ളത്. പൊതുവെ അവരാരെയും ആദരിക്കാറില്ല, ബഹുമാനിക്കാറില്ല. പിന്നെയല്ലേ ഭാരതമാതാവിനെയും ആ ഭാരതമാതാവ് എന്ന രാഷ്ട്രത്തെ ഭരിക്കുന്ന പ്രധാനമന്ത്രിയെയും ഗവർണറെയും ഒക്കെ അവർ ആദരിക്കാനും അംഗീകരിക്കാനും പോകുന്നില്ല. പോട്ടെ, DYFIക്കാരും SFIക്കാരും ഇന്ന് പറഞ്ഞ് ഭരണഘടന പഠിപ്പിച്ച് കളയും ആരെ? ഗവർണറെ എന്നാണ്. വളരെ രസകരമായിട്ട് തോന്നിയത് എനിക്ക് SFIക്കാർ ചെയ്തതിനോട് വലിയ സങ്കടമൊന്നും തോന്നിയില്ല. കാരണം അവർ വെളിവില്ലാത്ത വിവരമില്ലാത്ത കുറേ കുട്ടികളാണ്. അതുകൊണ്ട് അവർക്ക് എന്ത് വെളിവ് കേടും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ നാട്ടിൽ കാരണവന്മാരൊക്കെ അങ്ങനെയാണല്ലോ, കുട്ടികൾ എന്തെങ്കിലും വിവരക്കേട് പറഞ്ഞാൽ അതത്ര കാര്യമാക്കാറൊന്നുമില്ല. അതുകൊണ്ട് അവർ നാളെ അവർക്ക് വിവരം വെച്ച് വരുമ്പോൾ അവർ അംഗീകരിച്ചു കൊള്ളും എന്നുള്ളതാണ് അതിനെക്കുറിച്ച് തോന്നിയത്. പക്ഷേ DYFIക്കാരെന്ന് പറയുന്നത് അങ്ങനെയല്ല. വലിയ വലിയ സമ്പന്നതയുള്ളവരാണ്, ഡോക്ടറേറ്റ് ഉള്ളവരാണ്, വലിയ വലിയ വിദ്യാഭ്യാസം നേടിയവരാണ്, വലിയ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യുവജന വിഭാഗമാണ്, അവർ നാളെ ഇന്ത്യയെ ഭരിക്കാൻ പോകുന്നവരാണ് എന്നവർ അവകാശപ്പെടുന്നു. ആയിക്കോട്ടെ, അത്രയും കേമന്മാരും മിടുക്കരുമായ DYFIക്കാർ ഇത്രയും വിവരമില്ലാത്തവരാണെന്ന് ഞാൻ വിചാരിച്ചില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രായമായവർ പോകട്ടെ, അവർക്കിനി അവർ പഴയ കമ്മ്യൂണിസമൊക്കെ പറഞ്ഞ് അന്ധവിശ്വാസികളായി പോയി, അവർക്ക് വേറെ മതങ്ങളെക്കുറിച്ചൊന്നും അറിയില്ല, കമ്മ്യൂണിസ്റ്റ് മതം മാത്രമേ അറിയുള്ളൂ എന്ന് പറഞ്ഞെന്നാൽ നമുക്കതിന് ഖേദിക്കേണ്ടതില്ല. അവരുടെ ആയുസ് തീരാറായി. ഇനി അവർ തെറ്റാണെങ്കിലും അതിനെ തന്നെ വിശ്വസിച്ച് പോവുകയല്ലേ മരണം വരെ നിവൃത്തിയുള്ളൂ. പക്ഷെ DYFIക്കാർ അങ്ങനെയാണോ? അവർ വലിയ വിദ്യാഭ്യാസമുള്ളവരും വലിയ യുവജനങ്ങളും ഒക്കെ അല്ലേ? അവർക്ക് സ്വാഭാവികമായിട്ടും പല കാര്യങ്ങളും അറിയാവുന്നവരല്ലേ. അവർ ഒത്തിരി വായിക്കുന്നവർ, പഠിക്കുന്നവർ, വലിയ പണ്ഡിതന്മാർ, വലിയ ബുദ്ധിജീവികളൊക്കെയാണ് DYFIയിൽ ഉള്ളത് എന്നാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. പക്ഷേ അവരുടെ കൂടെ പടുവിഡ്ഢികൾ മാത്രമേ ഉള്ളൂ എന്ന് സംശയം തോന്നുന്ന തരത്തിലായിരുന്നു അവരുടെ ഇന്നത്തെ പ്രകടനം. ഞാൻ പറയാൻ വന്ന കാര്യം, ഭരണഘടനയാണല്ലോ അവർ ഉയർത്തിപ്പിടിച്ചത്. ഭാരതമാതാവിനെ ഞങ്ങൾ അംഗീകരിക്കില്ല, ഭരണഘടനയെ ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോൾ DYFI സുഹൃത്തുക്കളോട് ഒരു ചോദ്യം. ഭരണഘടനയിൽ ശ്രീരാമനുണ്ട്, നിങ്ങൾ അംഗീകരിക്കുമോ? ഭരണഘടനയിൽ ഭഗവത്ഗീതയുണ്ട്, നിങ്ങൾ അംഗീകരിക്കുമോ? ഭരണഘടനയിൽ ശ്രീകൃഷ്ണനുണ്ട്, നിങ്ങൾ അംഗീകരിക്കുമോ? ഭരണഘടനയിൽ വേദമുണ്ട്, നിങ്ങൾ അംഗീകരിക്കുമോ? ഭരണഘടനയിൽ ഭഗവാൻ പരമശിവനുണ്ട്, നടരാജ നൃത്തമുണ്ട്, നിങ്ങൾ അംഗീകരിക്കുമോ? ഭരണഘടനയിൽ ക്ഷേത്രങ്ങളുടെ ചിത്രങ്ങളുണ്ട്, നിങ്ങൾക്ക് സ്വീകാര്യമാണോ? ഭരണഘടനയിൽ ബുദ്ധമതത്തിൻ്റെയും ജൈനമതത്തിൻ്റെയും ആചാര്യന്മാരുടെ പടമുണ്ട്, അതായത് ബുദ്ധൻ്റെയും ജനദേവൻ്റെയും ചിത്രങ്ങളുണ്ട്, നിങ്ങൾ അംഗീകരിക്കുമോ? അപ്പോൾ ഭരണഘടന അംഗീകരിക്കുമെന്ന് പറഞ്ഞെന്നാൽ അവർ ഭരണഘടനയിലുള്ള രാമനെയും കൃഷ്ണനെയും വേദങ്ങളെയും ഉപനിഷത്തുക്കളെയും ഒക്കെ അംഗീകരിക്കേണ്ടി വരും. ക്ഷേത്രങ്ങളെ അംഗീകരിക്കേണ്ടി വരും, ഭഗവാൻ പരമേശ്വരനെ അംഗീകരിക്കേണ്ടി വരും. ഇതൊക്കെ അവർ അംഗീകരിക്കുമോ? നിങ്ങൾ അംഗീകരിക്കുമോ? ഫോട്ടോ വേറൊന്നും കൂടിയുണ്ട്. ഭരണഘടനയിൽ 22 ചിത്രങ്ങളുണ്ട് ഇങ്ങനത്തെ. അതിൽ ബഹുഭൂരിപക്ഷവും
നിങ്ങൾ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞ് ആട്ടി അകറ്റുന്ന ആക്ഷേപിക്കുന്ന അറപ്പോടും വെറുപ്പോടും കൂടി കാണുന്ന ഹിന്ദു ബിംബങ്ങളാണ് ഭരണഘടനയിലുള്ള മിക്കവാറും ചിത്രങ്ങൾ. ആധുനിക സ്വാതന്ത്ര്യ സമര കാലത്തെ ചില ചിത്രങ്ങൾ ഒഴിച്ചാൽ ബാക്കിയെല്ലാം ഭാരതത്തിൻ്റെ നിങ്ങൾ പറയുന്ന ഹിന്ദു മതത്തിൻ്റെ ബിംബങ്ങളാണ്. നിങ്ങൾ അതൊക്കെ അംഗീകരിക്കുന്നുണ്ട് എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അത് അംഗീകരിക്കുന്നവർക്ക് ഭാരതമാതാവിനെ അംഗീകരിക്കാൻ വിഷമം വരുമോ? ഇല്ല. മറ്റൊന്ന്, ഈ ഭരണഘടനയോടനുബന്ധിച്ച് ഭരണഘടനാ സ്ഥാപനങ്ങളുണ്ടല്ലോ ഭാരതത്തിൽ അനേകം. അതായത് സർക്കാർ നേരിട്ട് നടത്തുന്ന സ്ഥാപനങ്ങൾ, പൊതുജനങ്ങൾക്ക് വേണ്ടി ഭരണഘടനാ സ്ഥാപനങ്ങളുണ്ട്. ഇപ്പോൾ ആർമിയുണ്ട്, നേവിയുണ്ട്, എയർഫോഴ്സ് ഉണ്ട്, സുപ്രീം കോടതിയുണ്ട്, പാർലമെൻ്റ് ഉണ്ട്, രാജ്യസഭയുണ്ട്. ഇങ്ങനെ ഇതെല്ലാം പാർലമെൻറ്റ് സ്ഥാപനങ്ങളാണല്ലോ. ഈ പാർലമെൻറ്റ് സ്ഥാപനങ്ങളുടെ മുഴുവൻ മുദ്രാവാക്യം, മോട്ടോ എന്ന് പറയുന്നത് മുഴുവൻ 6 തരം ഗ്രന്ഥങ്ങളിൽ നിന്നെടുത്തതാണ്. വേദം, ഉപനിഷത്ത്, രാമായണം, മഹാഭാരതം, ഭഗവത്ഗീത, മനുസ്മൃതി. ഈ 6 തരം ഗ്രന്ഥങ്ങളിൽ നിന്ന് എടുത്തതാണ് ഭരണഘടനാ സ്ഥാപനങ്ങളുടെ മുഴുവൻ മുദ്രാവാക്യം. ഞങ്ങൾ ഗവർണറെ ഭരണഘടന പഠിപ്പിച്ച് കളയും എന്ന് പറയുന്ന SFI കുഞ്ഞുങ്ങൾക്ക് അവർ പൊടിക്കുട്ടികളാണ് ആയിപ്പോയല്ലോ. വെറും നഴ്സറി പിള്ളേരുടെ നിലവാരം പോലും അവർക്കില്ലല്ലോ എന്നോർത്ത് എനിക്ക് സഹതാപമുണ്ട്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂട്ടത്തിൽ CPM-ലോ ആരെങ്കിലും നേതാക്കന്മാർ വലിയ അന്ധവിശ്വാസികളല്ലാത്ത എന്ന പാർട്ടിയിൽ പെട്ടുപോയി ഉപജീവനത്തിന് വേണ്ടി അതിൻ്റെ കൂടെ നിൽക്കുകയാണ് എന്ന് കണക്കാക്കുന്ന ആരെങ്കിലും ഉണ്ട്, ശകലം വെളിവും ഒക്കെ ഉണ്ടെങ്കിൽ അത്തരക്കാരാരെങ്കിലും, അല്ലെങ്കിൽ DYFI യുവജന കമ്മ്യൂണിസ്റ്റുകാരിൽ വിവരം പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോയിട്ടില്ലാത്ത, പൂർണ്ണമായി അടിമത്തം സ്വീകരിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിൽ ആരെങ്കിലും, അതല്ലെങ്കിൽ SFI എന്ന് പറയുന്നത് വിദ്യാർത്ഥി സംഘടനയാണല്ലോ, കോളേജിലും യൂണിവേഴ്സിറ്റിയിലും ഒക്കെ പഠിക്കുന്നവരാണ്, അവരുടെ കൂട്ടത്തിൽ ആരെങ്കിലും അല്പം മൂളയുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി നിങ്ങൾ ഈ ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് കോപ്പി എന്നെടുത്ത് പരിശോധിച്ച് നോക്കണം. ഭാരതമാതാവിനെ അംഗീകരിക്കാൻ കഴിയാത്തവർക്ക് രാമനെയും കൃഷ്ണനെയും വേദങ്ങളും ഉപനിഷത്തുക്കളും രാമായണവും ഭഗവത്ഗീതയും ഒക്കെ എങ്ങനെ അംഗീകരിക്കാൻ കഴിയുന്നു മക്കളെ? നിങ്ങൾക്കത് സമ്മതമാണോ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് തെളിച്ച് പറഞ്ഞാൽ കൊള്ളാം എന്നൊരാഗ്രഹമുണ്ട്. ദയവായി കമ്മ്യൂണിസ്റ്റ് യുവജനങ്ങളും വിദ്യാർത്ഥികളും ഭരണഘടന ഒന്ന് തുറന്നു നോക്കണം. വെറുതെ അത് കക്ഷത്തിൽ വെച്ച് നടന്നുകൊണ്ട് ഞങ്ങൾ ഭരണഘടന പഠിപ്പിച്ച് കളയും ഗവർണറെ, ഭരണഘടന ഞങ്ങൾ ചുമന്നു നടക്കും എന്നൊക്കെ പറഞ്ഞാൽ കുങ്കുമം ചുമക്കുന്ന കഴുത എന്നൊരു പ്രയോഗമുണ്ട്. അതിൻ്റെ സംസ്കൃതത്തിലാണ്, എൻ്റെ മലയാളം ഇതാണ്. കുങ്കുമം ചുമക്കുന്ന കഴുക. കുങ്കുമം എന്ന് പറഞ്ഞാൽ വലിയ വിലയുള്ള സാധനമാണല്ലോ. അത് ചുമക്കുന്ന കഴുതയ്ക്ക് അറിയത്തില്ലല്ലോ ഞാൻ വലിയ വിലയുള്ള സാധനം ചുമന്നുകൊണ്ടാണ് നടക്കുന്നത് എന്ന് കഴുതയ്ക്ക് അറിയില്ലല്ലോ. എന്നതുപോലെ ഹിന്ദുത്വം മാത്രം നിറയെ ഉള്ള ഭരണഘടന ചുമന്നു നടക്കുന്ന DYFIക്കാരും SFIക്കാർക്കും അത് ഈ കുങ്കുമം ചുമക്കുന്ന കഴുതയുടെ നിലവാരമേ ഉള്ളൂ എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമ്പം അങ്ങനെയാണ് ചിന്തിക്കേണ്ടി വരുന്നത്. ആ നിലവാരമേ ഉള്ളോ ഇല്ലയോ എന്ന് പറയേണ്ടത് നിങ്ങളാണ്, അതിന് ബാധ്യത നിങ്ങൾക്കാണ്. അതുകൊണ്ട് ഭരണഘടന അംഗീകരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ, DYFIക്കാർ, SFIക്കാർ പ്രത്യേകിച്ചും ഈ പറയുന്നതെല്ലാം അതിനുള്ളിലെ ഈ പറയുന്ന ചിത്രങ്ങളും മന്ത്രങ്ങളും കൂടി അംഗീകരിച്ചുകൊണ്ടാണോ അതോ അറിവില്ലായ്മ കൊണ്ടാണോ അങ്ങനെ പറഞ്ഞതെന്ന് അറിയാൻ താല്പര്യമുണ്ട്. അതൊക്കെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഭാരതമാതാവ് താരതമ്യേന അതിലും പുതിയ ഒരു ബിംബമാണല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് അതിനെ സ്വീകരിക്കാൻ വിഷമമുണ്ടാവില്ലല്ലോ എന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു നല്ല ഉത്തരം, സത്യസന്ധമായ തെറിവിളിയും സാധാരണ സഖാക്കൾ പറയുന്നതുണ്ട്. അതുപോലെ ജിഹാദികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പറയുന്ന തെറികളുണ്ട്. അതൊക്കെ വന്നോട്ടെ. അതിൻ്റെ കൂടെ അല്പം വെളിവും പൂർണ്ണമായി നഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൻ്റെ ശരിയായ ഒരു ഉത്തരവും കൂടി കിട്ടിയാൽ കൊള്ളാം എന്ന ആഗ്രഹമുണ്ട്. നമസ്കാരം.